മണ്ണന്തലയിൽ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ കയറിയ ആക്രമണം. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട രാജേഷിന്റെ വീടിന് നേരെയായിരുന്നു 6 അംഗ സംഘത്തിന്റെ പടക്കമെറിഞ്ഞുള്ള ആക്രമണം. 3 ഓട്ടോറിക്ഷകളും 2 കാറുകളും 1 ബൈക്കും അടിച്ചു തകർത്തു. വീടിന് മുന്നിൽ വെച്ച് ബൈക്കുകൾ റേസ് ചെയ്തത് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. MS വീണ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വീണ, ഈ വീട് കയറിയുള്ള ആക്രമണം ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഖി, ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത്. രാജേഷ് എന്ന ആളുടെ വീടിന് നേരെയാണ് 6 അംഗ ഗുണ്ടാ സംഘം ആക്രമണം നടത്തിയത്. ഇതിനുള്ളൊരു പശ്ചാത്തലം, ഇന്നലെ വൈകിട്ട് തന്നെ ഈ 6 അംഗ സംഘം ഇതുവഴി രാജേഷിന്റെ വീടിന്റെ മുന്നിലൂടെ പോവുകയും ബൈക്ക് റേസ് ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്നുണ്ടായ സംസാരമാണ്, ബഹളമാണ് പിന്നീട് ഈ ഒരു ആക്രമണത്തിന് കാരണമായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് അർദ്ധരാത്രി ഇവർ മടങ്ങിയെത്തി 6 അംഗ സംഘം ഈ ഒരു വീടിന് നേരെ ആദ്യം പടക്കമെറിയുകയും വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും ഒപ്പം തന്നെ വീടിനകത്തുണ്ടായിരുന്ന കാറും ആക്രമിച്ചു. 3 കാറും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും ബൈക്കുമാണ് ഇവർ തല്ലി തകർത്തത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൈനഷ്ടപ്പെട്ട ശരത്ത്, വിഷ്ണു, ആനന്ദ് ഇവരടങ്ങുന്ന സംഘമാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇവരൊരു കടയിൽ സാധനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതുമാണ്. കസ്റ്റഡിയിൽ എടുത്ത് വിട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഉള്ള സംഭവം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഖി, ശരി വീണ. തിരുവനന്തപുരം മണ്ണന്തലയിൽ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ കയറി ആക്രമണം. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട രാജേഷിന്റെ വീടിന് നേരെയായിരുന്നു 6 അംഗ സംഘത്തിന്റെ പടക്കമെറിഞ്ഞുള്ള ആക്രമണം ഉണ്ടായത്. 3 ഓട്ടോറിക്ഷകളും 2 കാറുകളും 1 ബൈക്കും അടിച്ചു തകർത്തു. വീടിന് മുന്നിൽ വെച്ച് ബൈക്കുകൾ റേസ് ചെയ്തത് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള വിവരമാണ് MS വീണ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.